ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ആക്കിട്ടു. അപ്പം നമ്മളിത് വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഉണ്ണിക്കുട്ടിന് ഒരു ചെറിയൊരു ഫോൺ എടുക്കണം. അപ്പൊ എവിടെ പോണെന്ന് വെച്ചാൽ നമ്മൾ എറണാകുളത്താണ് പോണത്. അപ്പൊ നമ്മുടെ ഒപ്പം ഉള്ളത് നമ്മുടെ നോക്കിയേ ആദി ടോക്സ്, പിന്നെ MS അളിയൻ, പിന്നെ AK ഡ്രോപ്പിംഗ്. അപ്പൊ നമ്മ എറണാകുളത്ത് പെൻഡമാനയിലാണ് പോണത്. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷം കാണാം. ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പം 90% ആൾക്കാർക്ക് മനസ്സിലായിണ്ടാവും ഞാനിപ്പോൾ എവിടെ നിൽക്കണേന്നുള്ളത്. അത് തന്നെയാണ് എറണാകുളത്തോളം മറൈൻ ഡ്രൈവിലാണ് കേട്ടോ ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ആദ്യമേ തന്നെ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം. ഇത് കുറച്ച് വലിയ വ്ളോഗാണ്. ഞങ്ങൾ 1-2 സ്ഥലത്ത് പോകുന്നുണ്ട്. അതുപോലെ എറണാകുളത്ത് വരുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, അതുപോലെ ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ കേട്ടോ എന്തായാലും കയറിയിട്ട് പോട്ടോ. ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും ഫാമിലി ആയിട്ടാണെങ്കിലും വൈബ് അടിക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ്. ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഒത്തിരി ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് ഫുഡ് അടിക്കണമെങ്കിലും കാര്യങ്ങളൊക്കെ ആയാലും അതുപോലെ ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിലായാലും അത്യാവശ്യം നല്ല സ്പോട്ടുകൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ പോണ സ്ഥലം ഇതിൻ്റെ കൂടെയാണ് പോവുക. ഇതിൻ്റെ അടുത്താട്ടോ, മറൈൻ ഡ്രൈവിൻ്റെ അടുത്താണ് നമ്മുടെ സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പെൻഡമാനൽ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു ഗൈസ്. ചേട്ടൻ പറയണവരെ എനിക്കറിയില്ലായിരുന്നു. പറയുകയാണെങ്കിൽ ഒരു കുട്ടി മൊബൈൽ ഷോപ്പിൻ്റെ മാളാണെന്ന് തന്നെ പറയാം. സത്യം പറഞ്ഞാൽ അവിടെ ചെന്നപ്പോഴാണ് പുതിയ മൊബൈൽ ഫോൺസ് എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു മണ്ടത്തരാണെന്ന് എനിക്ക് തോന്നി കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ലാസ്റ്റ് ചുറ്റിക്കറങ്ങി ലാസ്റ്റ് UG സ്റ്റോഴ്സിലൊക്കെ കയറി. കാരണം ഒത്തിരി ഷോപ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ S23 ഒക്കെ 30,000 സംതിങ്ങിനൊക്കെ പോയി. അതും ജസ്റ്റ് 1 മന്ത് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം പിന്നെ നമുക്ക് എന്താ പറയുക, പുതിയ ഫോൺസ് എടുക്കേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഈ ഫോണാണ് കേട്ടോ ഞങ്ങൾ എടുത്തിട്ടുണ്ടായത്. OnePlusന്റെ 70 ആണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സ്ക്രീൻ കാർഡൊക്കെ അവിടെ നിന്ന് തന്നെ ഞങ്ങൾ സെറ്റാക്കി. അതുപോലെ തന്നെ അവരൊരു ചാർജറും സെറ്റാക്കി തന്നു കേട്ടോ. ഒറിജിനൽ ചാർജർ അല്ല, പക്ഷേ എന്താ പറയുക, ഒരു RD എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനീൻ്റെ ചാർജറാണ് കേട്ടോ തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുമ്പോഴേക്കും എന്താ നല്ല മഴയാണ്. നല്ല അടിപൊളി ഗംഭീര മഴയാണ്. ഇതിൽ ക്ലിയർ ആവണില്ല. പക്ഷെ നിന്ന് ലാസ്റ്റ് എൻ്റെ പൊന്ന് ദൈവമേ 3 മണിയാവാറായി ഞങ്ങൾ എല്ലാം സെറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും കേട്ടോ. പക്ഷെ അടിപൊളിയാണ്. ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചത്. ഇനി ഫുഡ് അടിക്കാൻ പോകണം. വിശന്ന് എൻ്റെ ഉപ്പാടിളകി നിന്ന് എൻ്റെ ഭഗവാന് ലാസ്റ്റ് എനിക്ക് തലയൊക്കെ വേദനിക്കാൻ തുടങ്ങിയൊരു പരിപാടി. പിന്നെ ഫുഡ് അടിക്കാൻ പോകാൻ കറങ്ങി തിരിഞ്ഞ് എന്തായാലും ബിരിയാണിക്കാണല്ലോ എത്തുക. അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ ഏകദേശം അടുത്തുള്ള റോയൽ ബേക്കേഴ്സിലാണ് കയറിണ്ടായിരുന്നത്. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ അടിച്ച് ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ അടുത്ത് തന്നെ കേട്ടോ വല്ലാർപാടം പള്ളി. അപ്പോൾ വൈപ്പിലുള്ള വല്ലാർപാടം പള്ളിയിലേക്കാണ് നമ്മൾ അടുത്തായിട്ട് പോകുന്നത്. അവിടെ ഏകദേശം അടുത്ത് തന്നെയായിരുന്നു, കുറച്ച് വഴി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഇതിന് ടോപ്പിലേക്ക് കയറാനായിട്ട് പറ്റും. നമുക്ക് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മുകളിൽ കയറി നിന്നാൽ ഈ 99% ഈ കൊച്ചി ഫുള്ള് ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് എന്തായാലും പോവാം. എന്തായാലും വന്നതാണല്ലോ, അപ്പോൾ അവിടെയും കൂടി ഒന്ന് കയറാൻ വെച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ പള്ളി എന്ന് പറയണത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാനായിട്ട്. അപ്പോൾ ചേട്ടൻ ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇവിടെ നിറയെ കിളികളുണ്ടായിരുന്നു കേട്ടോ. നൈസായിരുന്നു. ഭയങ്കര കലവില ഒച്ചപ്പാടുമായിരുന്നു കേട്ടോ. തത്തമ്മയ്ക്കാണ്. അങ്ങനെ ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ലിഫ്റ്റിൽ പോകാനായിട്ട് 10 രൂപ. അതുപോലെ നടക്കുകയാണെങ്കിൽ 5 റുപ്പീസ് അങ്ങനെ ടിക്കറ്റ് ചാർജ് വന്നു. അപ്പം ഞങ്ങൾ എന്തായാലും ലിഫ്റ്റിൽ കയറാൻ വിചാരിച്ചു. അങ്ങനെ ലിഫ്റ്റിൽ കയറി കഴിഞ്ഞാൽ 62 സ്റ്റെപ്സ് ബാക്കിയുണ്ട് നമുക്ക് ഇനി കയറാനായിട്ട്. പിന്നെ മൈക്ക് എടുക്കാൻ മറന്നുപോയി. വലിയ യൂട്യൂബേഴ്സാണ് ഞങ്ങൾ. പക്ഷെ ഇവിടെ അത്രയൊന്നും കയറിയിട്ടില്ല ഗൈസ്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറേ സ്റ്റെപ്സ് ഉണ്ട്. കുഞ്ഞൊരു ഇടവഴി പോലത്തെ ഒരു സ്ഥലം കേട്ടോ. പക്ഷേ അത് കഴിഞ്ഞില്ല, അത്യാവശ്യം മുകളിലെത്തിയപ്പോഴാണ് കേട്ടോ ഈ ഒരു സ്പോട്ട് എത്തി. നൈസായിരുന്നു കാണാനായിട്ട്. ഫോൺ ഇതിൽ കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഗൈസ്? വാവ് ഗൈസ്, ഒരു അടിപൊളി വ്യൂ ഇവിടെ നോക്കിയാൽ കിട്ടും. അതിനെയും ഈ പോത്തിനെയും കിട്ടുന്ന വിധത്തിലെടുക്കാൻ പറയുകയാണ് ഗൈസ്. അപ്പോൾ ഇവിടെ എന്നെ ട്രോളാനടുത്ത് വന്നിക്കട്ടെ. ഒന്നാമതാണെങ്കിൽ മൈക്ക് എടുത്തില്ല, അല്ലാണ്ട് എന്നെ റെക്കോർഡ് ചെയ്യാന്ന് വെച്ചാൽ ഇവരാണെങ്കിൽ വളവളാ പറഞ്ഞ് എന്നെ ട്രോളിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. എൻ്റെ ദൈവമേ. അങ്ങനെ ഞങ്ങൾ പിന്നെയും മുകളിലേക്ക് കയറി. അതുപോലെ ലാസ്റ്റ് എത്താറായപ്പോഴാണ് കേട്ടോ ഗ്രില്ലും കാര്യങ്ങളും. അതുപോലെ വരുന്ന വഴിക്കൊക്കെ വിൻഡോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമാണ്. അതുപോലെ ഇതുവഴി വരുന്നുണ്ടെങ്കിൽ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കയറി നോക്കട്ടെ. ഇതിൻ്റെ ടോപ്പിൽ കയറുന്നൊക്കെ ഒരു പ്രത്യേക ഫീൽ തന്നെ കേട്ടോ. കാരണം വ്യൂ അടിപൊളിയാണ് മൊത്തം ഓവറോൾ കാണാനായിട്ട്. നമ്മൾ വീഡിയോസിൽ അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ആവില്ല. നേരിട്ട് വേണം. നല്ല രസമായിട്ട് വൈബാണ് എൻ്റെ മുകളിൽ പോയി നിന്ന് കഴിഞ്ഞാൽ. ഞങ്ങളങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് സംസാരിച്ചൊക്കെ. അതുപോലെ ഒരുപാട് പഴക്കമുള്ള പള്ളിയാണെന്നാണ് കേട്ടോ പറയുന്നത്. മാതാവിൻ്റെ പള്ളിയാണ്. അതുപോലെ ഇതുവരെ എന്തായാലും പോണവരൊന്ന് കയറി നോക്കുക. നല്ല അടിപൊളി ഒരു സ്പോട്ടാണ് കേട്ടോ നമുക്ക് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇവിടെ നിന്ന് പയ്യെ അങ്ങോട്ട് ഇറങ്ങാൻ വെച്ചു. പക്ഷേ അവർ ഞങ്ങൾ പറ്റിച്ചു ഗൈസ്.
ഞങ്ങൾ പിന്നെയും ലിഫ്റ്റിൽ കയറിയൊക്കെ ഇറങ്ങി. പിന്നെ അപ്പോഴേക്കും അടുത്തൊരു സ്ഥലത്ത് ഇവിടെ ഞങ്ങൾ ഇറക്കി വിട്ടു കേട്ടോ. വേറൊരു സ്ഥലമുണ്ട് പറഞ്ഞിട്ട്. ഇത് ഈ പള്ളിയുടെ തന്നെ ഒരു സ്റ്റിൽ മോഡൽ പോലെ ഉണ്ട്. പിന്നെ കുറേ പണ്ടത്തെ കുറേ എന്താ പറയുക കുറേ പുരാവസ്തു സംഭവങ്ങൾ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗായ്സ് ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പണ്ടത്തെ ഐറ്റംസ് ആയിരുന്നു, കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ പിന്നെ കണ്ട്. അതുപോലെ ഈ പള്ളിയിലത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള നേർച്ച എന്ന് പറയണത് മുറ്റം, മാതാവിൻ്റെ പള്ളിയുടെ മുമ്പിലുള്ള മുറ്റം എപ്പോഴും അടിച്ചു വാരി ക്ലീൻ ചെയ്യലാണ് കേട്ടോ. പിന്നെ നല്ല മഴയായി, അതുകൊണ്ട് ആ ബാൽക്കണീൻ്റെ അവിടേക്ക് കിടക്കാൻ പറ്റില്ല. ഒരു മാതാവിൻ്റെ പ്രതിമയ്ക്ക് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോവാ വെച്ച് വേഗം ഞങ്ങൾ തിരിച്ച് പോവുകയാണ് ഗൈസ്. ലിഫ്റ്റിൽ തന്നെ കയറി വീണ്ടും ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇനി പോകാൻ സ്പോട്ട് എന്ന് പറയുന്നത് ഫാൽക്കൺ ബീച്ചിലേക്കാണ്. അപ്പോൾ അങ്ങോട്ട് പോണ വഴിക്കുള്ള റൂട്ടും കാര്യങ്ങളാണ്. കണ്ട അപ്പുറത്ത് 2 തൂണൊക്കെ ഉണ്ട്, നല്ല രസത്തിൽ കാണാനായിട്ട്. ഒരു ഇത് അധികം നാളായിട്ടില്ലാന്ന് തോന്നുന്നു ഉണ്ടാക്കിയിട്ട്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിനെ കാണാൻ. അതുപോലെ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ നമ്മൾ അതിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും ഇവിടെ മഴയൊക്കെ പെയ്ത് വെള്ളം കെട്ടായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ചേട്ടൻ അങ്ങോട്ട് വന്നില്ല കേട്ടോ. ഞാനും ഉണ്ണിയും കൂടി മാത്രമാണ് പോയത്. ചേട്ടൻ്റെ കാല് ഇങ്ങനെ സർജറി കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് പഴുക്കും വെള്ളം കയറി, അതുകൊണ്ട് ഞങ്ങൾ 2 പേര് മാത്രമാണ് കേട്ടോ പോയത്. അപ്പോൾ മാത്രമല്ല അവിടെ ഇങ്ങനെ വെള്ളം കെട്ടുള്ളതുകൊണ്ട് അങ്ങോട്ട് നമ്മൾ നീന്തി കിടക്കണം ഗൈസ്. ഹലോ ഗൈസ്, അപ്പൊ നമ്മളിപ്പോ ഫാൽക്കൺ ബീച്ചിലേക്കാണ് കേട്ടോ എത്തിയിരിക്കണേ. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാണ്. എന്താ കണ്ട ഇത്രയും വെള്ളമുണ്ട്. ഞാൻ ആദ്യം കണ്ടപ്പോൾ ഇത്ര ആളുണ്ടാവുന്നൊന്നും വിചാരിച്ചില്ല കേട്ടോ. ഡ്രസ്സൊക്കെ നനഞ്ഞു, മുട്ടിന്റെ മുകളിൽ വരെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അതും ചെളി വെള്ളം. നിന്റെ വ്ളോഗ് എടുത്തോണ്ടാണ്. ഹലോ ഗൈസ്, അപ്പൊ നമുക്കിവിടെ നീന്തി കിടക്കേണ്ട അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. കടല് കാണണമെങ്കിൽ നീന്തണം ഗൈസ് ഇവിടെ. അതെ, അപ്പുറത്തേക്ക് കടന്നിട്ട് വേണം. ഇവിടെ അത്യാവശ്യം ആളൊക്കെ ഉണ്ട്. അതേ ഇത്ര മുങ്ങി. ടോക്സിന്റെ കാല് മുങ്ങിയെന്നും പറഞ്ഞ അവള് ഒച്ചയും വിളി എടുക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെ മൊത്തം എത്തുമ്പോഴേക്കും അവൾ എന്തൊക്കെ പറയുന്ന അറിയാൻ പാടില്ല ഗൈസ്. അങ്ങനെ നമ്മളിപ്പുറത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ്. ക്യാമറയുടെ പിന്നിലുണ്ടായിരുന്ന ഞാനാണ് ഇപ്പൊ ക്യാമറയുടെ ഫ്രണ്ടിലുള്ളത് ഗൈസ്. നമ്മള് കാണാൻ പോകുന്നത് കടലാണ്. കടൽ എന്ന് പറഞ്ഞാൽ വലിയ കടലാണ് ഗൈസ്. എനിക്ക് ഇത്രയും മാത്രം വ്ളോഗില് പറയാറിയുള്ളൂ. ഞാൻ സാധാരണ വ്ളോഗില് തുറക്കാറില്ല, അതാണ് നല്ലത്. ഇന്ന് മൈക്ക് കിട്ടിയപ്പോ ഞാൻ മൈക്കിനെ തിന്നുകയാണ് ഗൈസ്, തിന്നുക. എവിടെ എനിക്കും ആടണോ ഞാൻ ആ പിള്ളേരെ ചവിട്ടി താഴെ ഇട്ടിട്ടെടുത്താലും. കണ്ടോ ആ കുട്ടികൾ അവിടെ നാടനാണ്, നല്ല രസമുണ്ടായിട്ടോ. എനിക്ക് അവിടെ പോയി നാടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ ആ പിള്ളേർ മാറിയില്ല. പിന്നെ നല്ല കാറ്റിൻ്റെ സൗണ്ട് ഉണ്ട് കേട്ടോ. അതുപോലെ നല്ല കാറ്റ് വീശുണ്ടായിരുന്നു. അതുപോലെ നല്ല മഴക്കാരുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നിട്ട് അവിടെ കാണാനൊക്കെ. പിന്നെ ഇതാ ഇവിടെ ഈ മരങ്ങളൊക്കെ കാണാനായിട്ട് അടിപൊളിയായിരുന്നു. നൈസ് ഫോട്ടോഷൂട്ടിനൊക്കെ വരികയാണെങ്കിൽ വൈബായിരിക്കും. അപ്പൊ ഇതാണ് ഫാൽക്കൺ ബീച്ച്. അവിടെ കൊറേ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് മരത്തിന്റെ പേരിക്കാറ്, പക്ഷെ നല്ല ഭംഗിയായി. ഈ ക്രിസ്മസ് ട്രീ ഒക്കെ കണ്ടിട്ട് പൈൻ മരം പോലെ ഉണ്ട് ഗൈസ്. പൈൻ മരം നല്ല ഭംഗിയൊക്കെ ഉണ്ട്. എന്താണ് ബർബറിയാ? ബർബറി എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. കാണുമ്പോ പൈൻ മരം പോലെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് ഗൈസ്. ഇതാ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ബർബറി എന്നാണ് ഈ മരങ്ങളുടെയൊക്കെ പേര് കേട്ടോ. നൈസായിരുന്നു. കാരണം ഈ വീഡിയോയിൽ കാണാൻ അത്ര ഭംഗിയില്ലായിരുന്നു, നേരിട്ടോണം നൈസായിരുന്നു കേട്ടോ. ആ മരങ്ങളുടെ ഉള്ളിൽക്കൂടെയുള്ള ഇതും അതുപോലെ മരങ്ങളൊക്കെ കാണാൻ നൈസായിരുന്നു. അവിടെ നിന്നുള്ള ബീച്ചിൻ്റെയൊക്കെയുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ നൈസായിരുന്നു കേട്ടോ. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇവിടുന്ന് പോകുകയാണ് ഗൈസ്. ബൈ. അങ്ങനെ ഞങ്ങൾ പോകുകയാണ് ഗൈസ്. രാവിലെ 11 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. 6:30 വീട് എത്തിയിട്ടില്ല. വീട്ടിൽ ചെല്ലുമ്പോൾ നല്ലത് കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും അപ്പോൾ AKDropOut, MSLS, Adi Talks signing off. Bye bye.